ഓർഡറിങ് ആൻഡ് സീക്വൻസ്. ഓർഡർ ആൻഡ് സീക്വൻസ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മളിപ്പം 4, 3, 2, 1 ഇങ്ങനെ രണ്ട് ഓർഡറാണ്. ഡിസെൻഡിങ് ഓർഡർ. അത് നോർമലി നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡർ. നോർമലി നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്നതെന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറാണ്. സോ ദിസ് ആണ് ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ ഞാൻ ഡിസെൻഡിങ് ഓർഡർ എന്ന് കഴിഞ്ഞാൽ 4 3-നേക്കാൾ വലുതാണ്, 3 2-നേക്കാൾ വലുതാണ്, 2 1-നേക്കാൾ വലുതാണ്. സോ ഇതാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിന്റെ പ്രത്യേകത എന്താ? ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് ആൾ. സോ ഏറ്റവും ലാർജസ്റ്റ്, ദെൻ സെക്കൻഡ് ലാർജസ്റ്റ്, തേർഡ് ലാർജസ്റ്റ്, ഫോർത്ത് ലാർജസ്റ്റ്. ഇപ്പോൾ 4 നമ്പർ ഉണ്ടെങ്കിൽ ഫോർത്ത് ലാർജസ്റ്റ്, ഇപ്പോൾ 6 നമ്പർ ഉണ്ടെങ്കിൽ സിക്സ്ത് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ പോകും. ലീസ്റ്റ് എന്ന ഇതൊരു കൺസെപ്റ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇവരിൽ തേർഡ് ലാർജസ്റ്റ് ആണ്. ഞാൻ ഇങ്ങനെ നമ്പർ സീരീസ് തന്നിട്ട് നമ്മുടെ ചോദിക്കുകയാണ് ആരാണ് തേർഡ് ലാർജസ്റ്റ്. സോ ഇയാളാണ് തേർഡ് ലാർജസ്റ്റ്. ആരാണ് ഫസ്റ്റ് ലാർജസ്റ്റ്? ഇയാളാണ് ഫസ്റ്റ് ലാർജസ്റ്റ്. ആരാണ് ഫോർത്ത് ലാർജസ്റ്റ്? ഇയാളാണ് ഫോർത്ത് ലാർജസ്റ്റ്. നമുക്ക് തിരിച്ചു എഴുതാം. ഇവിടെ നിങ്ങൾ ലോവസ്റ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇയാളാണ് ഏറ്റവും ലോവസ്റ്റ്, ഇയാൾ സെക്കൻഡിൽ വരുന്ന ലോവസ്റ്റ്, ഇയാൾ തേർഡ് ലോവസ്റ്റ്, ഇയാളാണ് ഫോർത്ത് ലോവസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ചോദിക്കണം ആരാണ് ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലോവസ്റ്റ്. അതായത് ലോവസ്റ്റിൽ ഫസ്റ്റ് വരുന്നതല്ല, അതാണ് അർത്ഥം. ലോവസ്റ്റിൽ ഫസ്റ്റ് ആളാണ്, ലോവസ്റ്റിൽ സെക്കൻഡ് ആണ്, ലോവസ്റ്റിൽ സെക്കൻഡ് ആണ്, ലോവസ്റ്റിൽ തേർഡ് ആണ്, ലോവസ്റ്റിൽ തേർഡ് ആണ്, ലോവസ്റ്റിൽ ഫോർത്ത് ആണ്, കാണാൻ ലോവസ്റ്റിൽ ഫോർത്ത്. ഓക്കെ. സോ ഓർഡർ സീക്വൻസിൽ നമ്മൾ നോക്കുക ഏറ്റവും ലാർജസ്റ്റ്, സെക്കൻഡ് ലാർജസ്റ്റ്, തേർഡ് ലാർജസ്റ്റ് അങ്ങനെ നമ്മൾ പോകുമ്പോൾ അവസാനത്തെ ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ആയിരിക്കും. സിമിലർലി ലോവസ്റ്റ്, സെക്കൻഡ് ലോവസ്റ്റ്, തേർഡ് ലോവസ്റ്റ്, അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം എൻഡ് ലോവസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം നമ്പർ വരുന്ന ലോവസ്റ്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഹൈയസ്റ്റ് ആയിരിക്കും. സോ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരു ഓർഡർ മാത്രം നോക്കി റെഡ് കളർ നോക്കണ്ട. ഞാൻ പറഞ്ഞപ്പോൾ അതിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ആൻഡ് എന്ന് പറയുന്ന രണ്ട് സെന്റൻസുകളെ ഇപ്പം ആൻഡ് വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ ആൻഡിന്റെ കേസ്, ആൻഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ കുറിച്ച് ഞാൻ പണ്ടുതൊട്ടേ പറഞ്ഞിട്ടുണ്ട്. സോ ആൻഡിനെ കുറിച്ച് ഞാൻ പണ്ടുതൊട്ടേ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്ന വാക്ക് ഒരേ സബ്ജക്റ്റിനെ കുറിച്ചുള്ള രണ്ട് വാചകങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പൊ നോക്കാം, ഗുവ ഈസ് സ്വീറ്റർ ദാൻ ഓറഞ്ച്. ഗുവ ഈസ് ലിറ്റിൽ, സോ ഗുവ ഈസ് സ്വീറ്റർ ദാൻ ഓറഞ്ച്, ഗുവ ഈസ് ലിറ്റിൽ ഹാർട്ട് ഇൻ ടെക്സ്റ്റോ. സോ ഈ രണ്ട് സെന്റൻസുകൾ നമുക്ക് ആൻഡ് എന്ന സെന്റൻസ് ഉപയോഗിച്ച് എഴുതാം. സബ്ജക്റ്റിനെ കുറിച്ചുള്ള രണ്ട് വാചകങ്ങളെ കൂട്ടിച്ച് ഇവിടെ രണ്ടിലും സബ്ജക്ട് അല്ലെങ്കിൽ മെയിൻലി ടോക്ക് ചെയ്യുന്ന കുറിച്ച് ഗുവയെ കുറിച്ചാണ്. ഗുവ ഓറഞ്ചിനേക്കാൾ സ്വീറ്റർ ആണ്. അത് ഗുവ എന്ന് പറയുന്ന ആ ഒരു പഴം അതിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. ഗുവ ഇസ് ലിറ്റിൽ ഹാർഡ് ഇൻ ടെക്സ്റ്റോ. സോ അവിടെയും ഗുവയെ കുറിച്ചാണ് പറയുന്നത്. സോ രണ്ടിലും ഗുവയെ കുറിച്ച് പറയുന്നത് കൊണ്ട് നമുക്ക് ഈ രണ്ട് വേർഡിനെയും ആൻഡ് വെച്ച് എങ്ങനെ എഴുതാം? ഗുവ ഈസ് ഇങ്ങനെ തന്നിരിക്കുന്നു, ഗുവ ഈസ് സ്വീറ്റർ ദാൻ ഓറഞ്ച് ആൻഡ് ലിറ്റിൽ ഹാർഡ്. അപ്പോൾ നമുക്ക് ലിറ്റിൽ ഹാർഡ് അത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ചിന്തിക്കുക, ആൻഡ് എന്ന വേർഡ് ഒരേ സബ്ജക്ട്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? ഗുവ. സോ ഗുവയെ കുറിച്ചാണ് ലിറ്റിൽ ഹാർഡ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നമുക്ക് പെട്ടെന്ന് കത്തത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ആൻഡ് എന്ന് പറയുന്ന വാക്ക് ഒരേ സബ്ജക്റ്റിനെ കുറിച്ചുള്ള രണ്ട് സെന്റൻസുകളെ കൂട്ടിച്ചേർക്കാനാണ് ഉപയോഗിക്കുന്നത്. സോ അതിന്റെ ഫലമായിട്ട് ഫസ്റ്റിൽ ഗുവയെ കുറിച്ച് പറയുന്നതുകൊണ്ട് ലിറ്റിൽ ഹാർഡും ഗുവയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചെടുക്കാൻ ഒരാളെ സംബന്ധിച്ച് ഇച്ചിരി തോട്ട് പ്രോസസ് ആണ്. തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ അത്ര പ്രോസസ് നമ്മളൊന്ന് ആലോചിച്ചെടുക്കുക. മെയിൻ സബ്ജക്ട് ഫസ്റ്റ് സെന്റൻസിലെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് ആരാണ്, അയാളെ കുറിച്ചാണ് ലിറ്റിൽ ഹാർഡിലും പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ മെയിൻലി കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയേക്കുന്നതിന്റെ ഫസ്റ്റ് ആളെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ എഴുതിയേക്കുന്നതിന്റെ ഫസ്റ്റ് ആളാണ് ആൻഡ് സൂചിപ്പിക്കുന്നത്. സോ ഗുവയാണ് ആൻഡിന്റെ മെയിൻ, അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ ഈ ഒരു സെന്റൻസിലെ മെയിൻ ആൾ ഗുവയാണ്. കിട്ടിയില്ലേ? കിട്ടി. ദെൻ ആൻഡ് മാത്രമാണോ അങ്ങനെയുള്ള ഒരു കണക്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അല്ല. ഇങ്ങനെ ഫസ്റ്റ് ആളെ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിലെ മെയിൻ സബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ ആരൊക്കെയാണ്? ഓക്കെ. ആൻഡ് ഉണ്ട് നമുക്ക്, ബട്ട്. ചിലടത്ത് ബട്ട് ഉപയോഗിച്ചാലും ചിലടത്ത് വൈൽ. ഓക്കെ. ആൻഡ് ഓർ ബട്ട് ഓർ വൈൽ, അല്ലെങ്കിൽ കോമ ഇട്ടിട്ട് ഒരു ഈസ് എഴുതിയാലും ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. കോമ ഇട്ടിട്ട് ഈസ് എഴുതിയാലും ഇത് തന്നെ. ഇനി ഇതുപോലെ ഒരു സെന്റൻസ് നമുക്ക് തന്നു. പക്ഷേ രണ്ടാമത്തെ ആൾ, ഇപ്പൊ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഓറഞ്ചിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണമായിരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഈ പറഞ്ഞ ലിറ്റിൽ ഹാർഡ് ഓറഞ്ച് പോലുള്ള രണ്ടാമത്തെ വേർഡിനെ കുറിച്ചായിരുന്നു പറയുന്നത്. ആൻഡ് അല്ലാതെ എന്ത് വരും അവിടെ വരുന്നതാണ് ഹൂ ഓർ ഹൂസ് ഓർ ഹും ഓർ വിച്ച്. ഇങ്ങനെയുള്ള ഇതാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഓറഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ആളെ സൂചിപ്പിക്കുന്നതാണ് ഈ വേർഡുകൾ, ഫസ്റ്റ് ആളെ സൂചിപ്പിക്കുന്നതാണ് ഈ വേർഡുകൾ. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കാം. ഒരു ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ എന്ന് പറയുന്ന 6 റെസ്ലേഴ്സ് ഒരു ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അവരുടെ വെയിറ്റ് അവിടെയാണ് നമ്മൾ പ്രത്യേകത. വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ ഇത്രേ ഉള്ളൂ. ഡിസെൻഡിങ് ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറാണ് മെയിൻലി. ഇപ്പം നമ്മൾ 4 3 2 1 ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, 4 3 2 1 ഡിസെൻഡിങ് ഓർഡറാണ് മെയിൻലി. നമ്മളിപ്പോൾ തന്നെ ഒരു നീളം കൂടിയ ആൾ, കുറഞ്ഞ വെയിറ്റ് കൂടിയവൻ, കുറഞ്ഞവൻ, അതി കുറഞ്ഞവൻ, അങ്ങനെ ഒരു കൺസെപ്റ്റ്. സോ അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ 6 പേരുണ്ട്. ഇവരെ നമ്മൾ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് പറയാം. ഫസ്റ്റ് സെന്റൻസ് വായിച്ചു നോക്കാം. ബി ഈസ് ഹെവിയർ ദാൻ ഓൺലി 3 പീപ്പിൾ. 3 പേരെക്കാൾ ആണ് ബിക്ക് വെയിറ്റ് കൂടുതൽ. 3 പേരെക്കാൾ മാത്രമേ വെയിറ്റ് കൂടുതലുള്ളൂ. അപ്പോൾ ഒള്ളി എന്ന് പറയുന്നത് നമുക്ക് സർട്ടേണിറ്റി തരും. സർട്ടേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവ്യക്തതകളൊന്നുമില്ല, അത് വ്യക്തത ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഉള്ളി. സോ ബി ഈസ് ഹെവിയർ ദാൻ ഓൺലി 3 പീപ്പിൾ. അപ്പോൾ അതിനർത്ഥം എന്താ? ബി 3 പേരെക്കാൾ ബി ഹെവിയർ ആണ്. ബിയുടെ ബാക്കിൽ 3 പേരേ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. അപ്പോൾ 3 1 4 5 6 ചിലപ്പോൾ 1 2 3 4 5 6. സോ 6 പേരായി നമ്മുടെ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് വായിച്ചു നോക്കാം. അപ്പം ബി ഈസ് ഹെവിയർ ദാൻ ഓൺലി 3 പീപ്പിൾ. ഇനി
രണ്ടാമത്തെ സെൻറ്റൻസ് വായിക്കുക. രണ്ടാമത്തെ സെൻറ്റൻസ് ദ വൈ ഈസ് ഹെവിയർ ദാൻ ഉള്ളി ഡബ്ല്യൂ. ഡബ്ല്യൂവിനേക്കാൾ മാത്രമേ വൈ ഹെവിയർ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരും വൈ, ഇവിടെ വരും വൈ, ഇപ്പോൾ ഡബ്ല്യൂ ഇവിടെ വരും. വൈ ഡബ്ല്യൂക്കാൾ മാത്രമേ ഹെവിയർ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെയായി? ബി ആയി, വൈ ആയി, ഡബ്ല്യൂ ആയി. ഇനി നമ്മൾ അടുത്ത സെൻറ്റൻസുകൾ വായിക്കും. ഇത് നമ്മുടെ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എഴുതാനുള്ള തിങ്ക് ചെയ്യുന്ന സ്റ്റെപ്പ് 1. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലൂടെ ഞാൻ പോവുകയാണ്. സോ അതിൻ്റെ വേണ്ടി പടം ഒന്നും കൂടെ ഞാൻ വരച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആ ചെറിയ റെഡ് ഡോട്ടിലോട്ട് മാത്രം നോക്കുക, അവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സെൻറ്റൻസ് ഇസഡ് ഈസ് നോട്ട് ഹെവിയസ്റ്റ് ആൻഡ് ഹിസ് വെയിറ്റ് ഈസ് 101. ഇസഡ് ഹെവിയസ്റ്റ് അല്ല, അതായത് ഇസഡ് ഇവിടെ വരത്തില്ലെന്നാണ് പറയുന്നത്. ഇസഡ് ഈസ് ഹെവിയസ്റ്റ് വരത്തില്ല. അപ്പോൾ ഇസഡിന് വേറെ എവിടെ വരാം? അപ്പോൾ ഇസഡിന് എവിടെ വരാമെന്ന് വെച്ചാൽ ഇസഡിന് ഇവിടെ വന്നൂടെ, ഇവിടെയും ഇസഡിന് വരാം. ഓക്കെ, ഇവിടെ വരാം. സെക്കൻഡ് സെൻറ്റൻസിലോട്ട് പോകുമ്പോഴത്തേക്കും എ ഈസ് 89. അപ്പോൾ നമുക്ക് അതിനോട് ഇസഡ് 110, എ 89. സി ഈസ് ഹെവിയർ ദാൻ അറ്റ്ലീസ്റ്റ് 2 persons. സി രണ്ടുപേരെക്കാൾ മിനിമം 2 പേരെക്കാൾ വലുതാണ് എന്ന് വെച്ചാൽ 2 പേരെക്കാൾ കൂടാം. അപ്പോൾ സിക്ക് എവിടെ വരാം? സിക്ക് ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. ഈ 3 സെൻറ്റൻസും സിക്ക് വരാം. ഓക്കെ, സിക്ക് 3 എടുത്തും വരാമല്ലോ. സിയുടെ വെയിറ്റ് ഓൾറെഡി നമുക്ക് അറിയത്തില്ല. സിയുടെ വെയിറ്റ് നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇനി ഇവരെ 3 പേരും കൂടെ എടുത്ത് കൊടുക്കേണ്ട കേസുള്ളൂ. ഇസഡിന് ഇവിടെ 2 വരാൻ പറ്റും, ഇസഡിന് ഇവിടെ 2 പറ്റും. ഇനി വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇസഡിനേക്കാൾ ചെറുതാണ് ഈ ഒരു കൺസെപ്റ്റ്. നമുക്ക് ഈ വെയിറ്റ് നമുക്ക് കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. വേണ്ട ഇസഡ് എ, സി പിന്നെ ഓൾറെഡി അവിടെ ഒരു സി നമുക്ക് പിന്നെ ഓൾറെഡി സിക്ക് ഓട്ടോമാറ്റിക്കലി പൊസിഷൻ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇതാണ് അറേഞ്ച്മെന്റ്.